Hi friends, welcome to Career Mecca YouTube class. Then നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കി, A purchased an article for ₹800 and sold it at a profit of 23%. Find the selling price of the article. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നിങ്ങൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രാക്ഷണൽ വാല്യൂ, രണ്ട് ഫ്രാക്ഷൻ ഇല്ലാത്ത പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ കോസ്റ്റ് ബേസ് 100 അസ്യൂം ചെയ്യുക. ദെൻ അവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ആ പറയുന്ന പെർസെൻറ്റേജ് ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്നാ പറയുന്നത് എത്ര പെർസെൻ്റ് ആണ്? 23%. 23ക്ക് എന്തില്ല? ഫ്രാക്ഷണൽ വാല്യൂ ഇല്ല. അത് പ്രൈം നമ്പറാണ്, അതുകൊണ്ട് ഫ്രാക്ഷണൽ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് അസ്യൂം ചെയ്യും. അവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അസ്യൂം ചെയ്യുന്നു. ദെൻ നമ്മുടെ SP എന്തായിരിക്കും? അവിടെ പ്രോഫിറ്റ് എത്രയെന്നാണ് പറയുന്നത്? 23%. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 23%. കോസ്റ്റ് എത്രയാണ്? 100 അല്ലേ? 100ന്റെ 23% എത്ര തന്നെയാണ്? 23 തന്നെ കിട്ടും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 123. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആദ്യം നോക്കേണ്ട പെർസെൻറ്റേജ് വാല്യൂ ആണ്. ആ പെർസെൻറ്റേജ് വാല്യൂവിന് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻ എടുത്താൽ മതി. ഫ്രാക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ കോസ്റ്റ് പ്രൈസ് 100 എന്ന് അസ്യൂം ചെയ്യുക. ആ തന്നിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ തന്നെയാണ് പ്രോഫിറ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് ഉണ്ട്. എത്രയെന്നുണ്ട്? 800. അപ്പം നമ്മുടെ 100 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എത്രയെന്നാണ് പറയുന്നത്? 800. എത്ര ടൈംസാ? 100 800 ആവണമെങ്കിൽ ഇൻറ്റു എത്ര? 8. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര? നമുക്ക് കിട്ടിയത് 123. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇൻറ്റു എത്ര കൊടുത്താൽ മതി? 8 കൊടുത്താൽ മതി. ഓപ്ഷനിൽ നോക്കുക, നിങ്ങൾ ഇൻറ്റു ചെയ്യണമെന്നില്ല. ആദ്യം ലാസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 3 × 8 ഏതിൽ അവസാനിക്കും? 4ൽ അവസാനിക്കും. 4ൽ അവസാനിക്കുന്ന 3 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ. 3 ഓപ്ഷൻസ്. ഫസ്റ്റ് ഷോർട്ട് വരെ കട്ട് ചെയ്യും. 184 ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, 123 × 8. അപ്പം 960 + 24 984 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഈസി അല്ലേ? ദെൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, A purchased an article for ₹560 and sold it at a profit of 28.56%. Find the selling price of the article. അപ്പോൾ അവിടെ നമുക്കൊരു പെർസെൻറ്റേജ് വാല്യൂ ഉണ്ട്. ഇത് ഫ്രാക്ഷൻ ഉള്ള വാല്യൂ ആണ്. എത്രയാ? ഈ 28.56% എന്ന് പറഞ്ഞാൽ 2/7 ആണ്. 2/7. അതങ്ങനെ 2/7 ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് 14.28% 1/7 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ 2 ടൈംസ് അല്ലേ എന്ന് പറഞ്ഞ അല്ലേ? അപ്പോൾ ഇതിന്റെ 2 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ 28.56% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/7. ഞാൻ ഇവിടെ എഴുതാം. ഫ്രാക്ഷൻ എത്രയാണ്? 28.56% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/7. അതിൽ ഡിനോമിനേറ്ററിനെ നിങ്ങൾ കോസ്റ്റ് പ്രൈസ് എടുക്കുക. ഡിനോമിനേറ്റർ എന്താണ്? CP. ന്യൂമറേറ്റർ ഉള്ളത് ഒന്നെങ്കിൽ ലോസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ പ്രോഫിറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്താണ്? ഇത് പ്രോഫിറ്റാണ്. ഇതിന്റെ മീനിങ് എന്താ? കോസ്റ്റ് പ്രൈസ് 7 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതായത് നമുക്ക് എന്ത് വേണം? SP വേണം. അപ്പോൾ SP എത്രയായിരിക്കും? SP എങ്ങനെ കാണുന്നത്? പ്രോഫിറ്റ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ എത്രയാ? 7 + 2 എത്ര കിട്ടി? 9 കിട്ടി. എല്ലാ വാല്യൂയും കിട്ടി. ഇനി നമുക്ക് ആക്ച്വൽ വാല്യൂസ് കാണണം. എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ. അവിടെ A പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഇവിടെ എത്ര കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ 7ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 560. എത്ര ടൈംസ്? ഇൻറ്റു 756 ആവണമെങ്കിൽ ഇൻറ്റു 8. പിന്നെ എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. നമുക്ക് എന്ത് വേണം? സെല്ലിംഗ് പ്രൈസ് അല്ലേ? എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 9. അപ്പോൾ 9 എത്രയെന്ന് ചോദിച്ചാൽ ഇൻറ്റു എന്ത് കൊടുത്താൽ മതി? 80. 9 × 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 72. പിന്നെ എന്താണ്? 0. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്രാക്ഷൻ കാണുന്നതിന് അവിടെ തന്നെ പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ 7 എത്രയായിട്ട് മാറി? 560 ആയിട്ട് മാറി. 80 ടൈംസ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. 9 കിട്ടി. 9 × 80 എത്ര? 720.
അപ്പം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കിയാൽ തന്നെ ആൻസർ പറയാൻ പറ്റും. എന്ത് മാത്രം മതി? ഫ്രാക്ഷൻ വാല്യൂ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെയിം ക്വസ്റ്റ്യൻ അല്ല, നോക്കിക്കോണം. എ പർച്ചേസ്ഡ് an article for ₹800 തന്നെയാണ്, നേരത്തെ അതേ വാല്യൂ ആണ്. സോൾഡ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 23%. നേരത്തെ പ്രോഫിറ്റ് ആയിരുന്നു, ഇപ്പൊ എന്താണ്? ലോസ്. 23 ആണ്, എന്തില്ല? ഫ്രാക്ഷൻ വാല്യൂ ഇല്ല. നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രാക്ഷൻ വാല്യൂ ഇല്ല എങ്കിൽ കോസ്റ്റ് പ്രൈസിനെ 100 ആയിട്ട് എടുക്കുക. എത്ര എടുത്തു? 100. ഓക്കെ, ദെൻ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇവിടെ എന്താ ഉള്ളത്? ലോസ് ആണ്, 23 ആണ്. അപ്പോൾ 100 നിന്ന് 23 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 100 മൈനസ് 23 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 77. അതാണ് സെല്ലിംഗ് പ്രൈസ്. ദെൻ 100 എത്രയെന്നാ പറയുന്നത്? ക്വസ്റ്റ്യനിലെ 800. അപ്പോൾ 100 എത്രയാണ്? 800. എത്ര ടൈംസാ? 8 ടൈംസ് ആണല്ലോ. ദെൻ 77 എത്രയായിരിക്കും? അതും 8 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷനിൽ നോക്കണം. 7 × 8 6 അവസാനിക്കും. അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അതിനകത്തുള്ളൂ, അതങ്ങ് സെലക്ട് ചെയ്യാം. 616. നിങ്ങൾക്ക് ഡൗട്ട് ആണ്, നിങ്ങൾക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 70 × 6 എന്ന് പറഞ്ഞാൽ 560 ആണ്. 7 × 6 56 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര? 616. ഓക്കെ, അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ വെച്ച് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ,